കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറാണ്. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. നമ്മളിന്ന് EFCOപ്പിലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങളുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റത്തെ ആ മാൾഡീനീൻ്റെ അന്ന് എൻ്റെ 108 OVR. ഇപ്പം എൻ്റെ 109 ഗൈസ്. ഈ പുതിയ ഈ പ്ലെയറിനെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 109. പിന്നെ എൻ്റെ ഈ ഒരു മൈ ടീമിൻ്റെ ഈ ടീമിന് 108. എൻ്റെ ഇത് ഞാൻ CDMൻ്റെ ഒരു ക്യാമാണ് ചെയ്ത്. ഇത് വേർഡ്സ് 110 വരെ പോകും. എന്നാലും CDM ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലാന്നു. മടിയാണ് ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ കണ്ടൻറ്റും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ്. നമ്മൾ എന്ത് കളിക്കും ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഇത്തിരി നേരം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, സൗരവ് എന്ന പേര്. അവനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, സൗരോപ്പി. ചെക്കൗട്ട് ചെയ്യുക. ഇത്ര നേരം ഞങ്ങൾ റിയൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ വീഡിയോ എടുക്കാമെന്നല്ല, വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എന്ത് ചെയ്യും നമ്മൾ? ഞാൻ എന്തിനിപ്പോൾ സ്റ്റോർ എടുത്തേ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാക്കൊക്കെ 2500 പാക്ക് കയറുന്ന ഒരു പ്ലെയറിനെ എടുത്തായിരുന്നു. 104 പ്ലെയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ വേഴ്സസ് അറ്റാക്കിൽ ലെജൻഡറി 3 ആണ് ഇത് കളിക്കാം. പിന്നെ ഹെഡ് ടു ഹെഡ് കളിക്കണമെന്നുണ്ട്. എന്നാലും മിക്കവാറും ഞാൻ തോക്കുമെന്ന് വെച്ചാൽ അങ്ങോട്ട് നെറ്റ് പകുതി വെച്ചിട്ട് അങ്ങോട്ട് പോവും. ഏതൊരു CR7 എന്ന് പറഞ്ഞ പേരാ. 106 OVR ഉണ്ട്. നമ്മൾ 109. 106 OVR ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇതുപോലത്തെ പ്രോ പ്ലേയേഴ്സ് ഒന്നും തന്നെ ഇങ്ങനെ ഗോളടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗോളടിച്ച് കൊടുക്കും എന്ന് ഞാൻ പറയും. എന്നാലും ഗോളാവൂല. അയ്യോ, ഇതെന്താ ഗോളാവാത്തേ? അവനൊരു ഗോളടിച്ചല്ലോ. അവൻ രണ്ടാമത്തെ ഗോൾ അടിച്ചു. അന്ന് ഞാൻ രണ്ടാമത്തെ ഗോൾ അടിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പ്രോ ജയിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ? ഫിഡ ഒന്ന് ഫോഡൻ ഒന്ന് ഗോളടിക്കൂ. ഓക്കെ, ഒരു കിഡിലോസ്കി ഗോളടിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? ഞാൻ മറന്നു. എൻ്റെ എതിരെ ഗോളടിക്കുന്നവളാ. ഞാൻ ഗോളടിക്കില്ല. പിയോ? അതാരാ PP? എടോ, ഇത് ഗോളാ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ ടൈം കഴിയാറായി. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ഫേക്ക് ഷൂട്ട് അടിക്കാൻ അറിയോ? മിക്ക പ്ലേയേഴ്സിനെ അറിയായിരിക്കും. ഞാൻ മിനിങ്ങാന്നാ ഫേക്ക് ഷൂട്ട് അടിക്കാൻ പഠിച്ചത്. അയ്യോ, എന്നാലും ഒരു പ്രോ പ്ലെയറിന് ഫേക്ക് ഷൂട്ട് അടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചേ. ഞാൻ അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ആ ഷൂട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് ആക്കിയാൽ മതി ഗൈസ്. അത്രേ ഉള്ളായിരുന്നു. ഞാൻ വെറുതെ ഇത്തിരി കാണിച്ചു കൂട്ടി. എന്നത് ആ ലെജൻഡറി പോവാത്തേ. ഇത്തിരി ബുണ്ടല്ലേ, ഒരു സ്റ്റാർ പോലും ആയിട്ടില്ല. മൈ ചാൻസ്. ഓക്കെ, വേറെ ചാൻസ്. എനിക്ക് തോന്നുന്നു ഇയാളുടെ ഓവർ ഞാൻ ഗസ് ചെയ്യാം. ഒരു 106 അല്ലെങ്കിൽ 7 OVR നോക്കാം. റിയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റി. അയാളുടെ OVR നോക്കട്ടെ. എടാ, 101 ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ വന്ന ആൾ തന്നെയാണോ? അയാളുടെ നേരത്തെ വന്ന ആളുടെയിലും സീക്കുണ്ടായിരുന്നു. ഇയാളുടെയിലും സീക്കുണ്ടല്ലോ. വന്ന ആളാണോ എന്നൊരു സംശയമുണ്ട്. എടോ, ഗോൾ. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ പറയൂല. ഞാൻ
ഞാൻ ഫേക്ക് ഷൂട്ട് അടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ആക്കിയാൽ മതി. പക്ഷേ അത് ഗോളായില്ല. അതും ഗോളായില്ലേ? അത് ഇത് ഗോളാവും. അതൊക്കെ അത്രേ ഉള്ളൂ. മൂന്നാമത്തെ ഗോൾ അടിച്ചേ. നാലാമത്തെ ഗോൾ അടിച്ചേ. 7 ഗോൾ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. 5ആയി. 6ആയി. 7ആയി. 7ആയില്ല. എടോ അതെങ്ങനെയാടാ അത് പോയത്? അതൊരു മൂഞ്ചി അടിയായി പോയോ എന്ന് സംശയം. 7ആയി. ഞാൻ പറഞ്ഞതാ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം 107 പേരിനെ കിട്ടിയാലോ? എങ്ങനെ ഇരിക്കും? ഫ്രീ ആയിട്ട്. സ്വപ്നങ്ങളിൽ മാത്രം ഏതൊരു പ്രോ പ്ലെയർ വന്നിട്ടുണ്ട്. ഞാൻ തോറ്റ്. ശരിക്കും പറഞ്ഞാൽ പ്രോ പ്ലെയർ ആയാലും ന്യൂബായാലും നമ്മൾ കളിക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. എന്നാലും ഈ OVR കൂടുമ്പോൾ നമ്മളെ ആ പ്ലേയേഴ്സിൻ്റെ ഇതും കൂടും. അങ്ങനെയാണ് ഓരോരുത്തരും ജയിക്കണം. അല്ലാതെ അവർക്ക് മാത്രം ഭയങ്കര കളിയുള്ളതുകൊണ്ടൊന്നുമല്ല ഗൈസ്. ഇപ്പം ഞാൻ 2 കളി ജയിച്ചില്ലേ, അത് എനിക്ക് കഴിവുള്ളതുകൊണ്ടോ പിന്നെ മറ്റേയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. OVRൻ്റെ OVR ഇങ്ങനെ അയാളുടെ കുറവാന്നു എൻ്റെ കൂടുതലാന്നു, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. വിശ്വാസമല്ല, എനിക്ക് തോന്നുന്നു ആണെന്ന്. അത് ഡിഫെൻഡ് ചെയ്തു അയാൾ. മിക്കവാറും അയാൾ ജയിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഞാനിങ്ങനെ ലീഡായിക്കൊണ്ടിരിക്കും, പിന്നെ ഇത്തിരി ആവുമ്പോൾ മിക്കവാറും തോറ്റുകൊണ്ടിരിക്കും. അയാളുടെ വോളി വലിയ ഇതില്ലാന്നാണ് എനിക്കറിയാം. ഇത് ഗോള തോന്നുന്നത്. അതെ, ഇത് ഗോളായിരുന്നു. എടാ മടീനി എടാ ഒന്ന് ജയിക്കടാ പ്ലീസ്. ലാസ്റ്റ് മിനിറ്റാ പ്ലീസ്, ഒന്ന് ജയിക്ക്. ജയിച്ചു ഗൈസ്. ഞാൻ ആദ്യമായിട്ടൊരു പ്രോ പ്ലെയറിൻ്റെ കൂടെ ജയിക്കണേ. അയ്യോ, അങ്ങനെ ഗൈസ്. ഒരു 102ൻ്റെ ബാക്ക് ഒരു മാഷ്റാന് കിട്ടുന്നുണ്ട്. ആദ്യത്തെ നേരം വെയിറ്റ് ചെയ്തിട്ട് വർക്കാം. വല്ല അത്യാവശ്യം ബെയിലിനെ അതുപോലത്തെ നല്ല ഇത് ചെയ്താ സ്ട്രൈക്കർ ആരാത്? ഗിലോബിജിയോ, ഇതെന്തൊരു പേരിത്? നമുക്ക് ഇവിടെ എന്തൊക്കെ ജസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. റോഡ് ടു ഗ്ലോറി എന്ന് പറഞ്ഞ എന്തൊരു സാധനം. മാസാന കിട്ടിയിട്ടുണ്ട്. മാൾഡീനെ റാങ്കപ്പ് ചെയ്യാൻ പറ്റൂല. ഈ പ്ലെയറിനെ റാങ്കപ്പ് ചെയ്യാൻ പറ്റൂല എന്നാണ് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം റാങ്കപ്പ് ചെയ്തു. അതെ, അയ്യോ ഇതെന്താ? 2 മാസാനാണ് കിട്ടിക്കഴിഞ്ഞാൽ റാങ്കപ്പ് ചെയ്യാം. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഹെഡ് ടു ഹെഡ് കളിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഗോൾ അടിക്കുമ്പോൾ എൻ്റെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അപ്പം തന്നെ മാറ്റുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുമ്പോൾ വീണ്ടും
ഫേസ് റിവീൽ ചെയ്യും. എന്ന് വെച്ചാൽ മുഖം കാണിക്കും വീണ്ടും. അങ്ങനെ ഒരു വെറൈറ്റി പിടിക്കാം. ഫസ്റ്റത്തെ ഗോൾ അടിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ. നെറ്റെങ്ങാനും പോയിട്ട് അവന്മാർ ജയിച്ചാൽ അവന്മാർ ഗോളടിച്ചാൽ ഞാൻ ചെയ്യൂല, ഞാൻ ഗോളടിക്കണം. നെറ്റ് പോയതായാലും പോയില്ലെങ്കിലായാലും ഗോളടിച്ചാൽ ഞാൻ അപ്പോൾ ഫേസ് റിവീൽ ചെയ്യും. ഇതേ പോകുന്നുണ്ട്. ഇത് ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, താല്പര്യം ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെയാണ്. ഹേ ഗൈസ്, അങ്ങനെ ഗോൾ അടിച്ചു. ഞാൻ ഫേസ് റിവീൽ ചെയ്യാം. എനിക്ക് വെയിറ്റ് ചെയ്യാം. ഫേസ് റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. വെയിറ്റ്. അയ്യോ, ഹായ് ഗൈസ്, ഇതാണ് ഞാൻ. ഇനി അടുത്ത ഗോൾ അടിക്കുമ്പോൾ ഇപ്പം തന്നെ ഞാൻ മാറ്റും. ഓക്കെ, ഞാൻ മാറ്റിയിട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ മാറ്റി. മാൾഡീനെ അങ്ങനെയൊന്നും വിടൂലടാ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് മാൾഡീനിനെ എടുത്താന്നറിയോ. അങ്ങനെയൊന്നും മാൾഡീനി തോറ്റു കൊടുക്കൂല. എടാ ഞാൻ ഷൂട്ടല്ലല്ലോ എനിക്ക്. എടാ ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കാണിച്ചു തരാം. അതെ, ഇങ്ങനെ മുന്നോട്ട് പോവില്ലേ, ഇങ്ങനെ ഇതാണ് ഞാൻ ചെയ്യാൻ നോക്കി. രണ്ടാമത്തെ ഗോൾ അടിച്ചു. അങ്ങനെ അയ്യോ, പിന്നെ എനിക്ക് മാച്ച് കളിക്കാൻ താല്പര്യമൊന്നുമില്ല ഗൈസ്, വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്തായി വീഡിയോ. ഈ മാച്ചും കൂടി കഴിഞ്ഞ് നിർത്താം. അയ്യോ, ലാഗ്. അയ്യോ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യട്ടെ. ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്ത. എടാ നെറ്റ് കത്തം ഹോഗിയാന്നാ തോന്നുന്നത്. എടാ അതെന്തുവാടാ അത്? ഇന്നലെ തൊട്ട് എന്താണെന്നറിയില്ല, എൻ്റെ എല്ലാ അടിയും മിക്കതും എന്നാ നല്ല അടിയാന്നറിയോ, അതൊക്കെ ക്രോസ് ബാറിൽ പോയി ഇടിക്കും. ഇത് പറയാനാ. ത്രൂ വിളിക്കും. അത് കോളാം. അയ്യോ, ഇപ്പം ഹാഫ് ടൈമായി കാണുമായിരിക്കും ഗൈസ്. അത് കയറുമല്ലേ, അത് കയറുവാന്ന്. ഇപ്പം 13 മിനിറ്റ് 14 സെക്കൻഡ് ആയിരുന്നു. അയാള് ഏത് രാജ്യക്കാരനാ, ഏതോ പുറം രാജ്യക്കാരനാന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞുതരാം. ഈ FC മൊബൈലിലെ മാക്സ് എന്നാണ് എൻ്റെ പേര്. എന്നുവെച്ചാൽ എൻ്റെ റിയൽ ലൈഫിലെ പേരല്ല, എൻ്റെ ഗെയിമിലെ പേര്, FC മൊബൈലിലെ പേരായിട്ട് ഞാൻ പറഞ്ഞേ. എൻ്റെ മോന് എടോ, അതെങ്ങനെയത് എടോ, അവൻ നേരെ അടിക്കുമെന്ന് പറഞ്ഞത് എനിക്കറിയാം. കുഴപ്പമില്ല വയസ്സ്, കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഈ വെക്കാൻ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ ഈ വെക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുതിയതായിട്ട് വേറെ ഏതോ പ്ലെയറിനെ കണ്ടെടുത്തു. പിന്നെ ആ പ്ലെയറിനെ വിറ്റെന്ന് തോന്നുന്നു. എന്നിട്ട് ആദ്യം പെഡ്രിയും പിന്നെ ബെക്കാമും ഉള്ളായിരുന്നത്. പിന്നെ ഞാൻ ജെറാഡ വാങ്ങിച്ചു. പിന്നെ ബെക്കാം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ ഞാൻ മറ്റേ അക്വേഴ്സിൻ ഫെർനാനോ ഈ ഇവൻ്റ് വന്നപ്പോൾ ഞാൻ ബെർണാർഡോ സിൽവേനെയും വാങ്ങിച്ചു. 300 സ്റ്റാർട്ട്സ് കൊടുത്തു. എനിക്ക് വേണ്ടത് ലൂയിസ് ഫിഗോനെയാണ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത്. എടാ ഈ ഫിഡനൊക്കെ എൻ്റെ ആ മാർട്ടീനസിൻ്റെ ഒക്കെ അവിടെ വന്ന ആളല്ലേ. പിന്നെ എന്തിനാ ഡിഫെൻസായോ ഇപ്പോൾ ഈ സണ്ണ്? ഫോട്ടോയിൽ വീഡിയോ അടിച്ചേക്കുവാണ്. ഇനി ഫേസ് റിവീൽ ചെയ്യാനുള്ള കേസ്. ഇനി എന്തോരം കുഴച്ച് ഞാൻ ഇപ്പോൾ 5-6 പ്രാവശ്യം ഫേസ് റിവീൽ ചെയ്തു. ഇതിപ്പോൾ FC മൊബൈൽ വിത്ത്
മറ്റേ ഫേസ് റിവീല് അങ്ങനെ ആയിരിക്കും മിക്കവാറും ടൈറ്റിൽ. ബെക്ക അത് ശരി. നമുക്ക് പുതിയ പ്ലെയറിനെ കൊണ്ട് ഗോളടിപ്പിക്കും. ഇത് ആ പ്ലെയറാണ്. ഇതാണ് ആ പ്ലെയർ ഗോളടിച്ചില്ല എന്ന്. ഇന്നലെ ഗോളടിക്കാൻ ജസ്റ്റ് മിസ്. എന്നാലും അപ്പം തന്നെ ലാഗ് അടിച്ച് പോയി, നശിപ്പിച്ച്. എവിടോ മെല്ലെ അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ 15 മിനിറ്റായി. ഇപ്പം ഈ കളി കഴിയും. മടിനി മടിനി എടാ എൻ്റെ ഗോളിയോ മറ്റേ എന്നാന്ന് ഡിഫൻഡർ. മറ്റേ ഡിഫൻഡർ അല്ല, മറ്റേ ഫുട്ബോളിലെ ഡിഫൻഡർ. ഇതിപ്പോൾ തന്നെ കഴിയും. വെയിൻ റൂണി. എൻ്റെ ഡിഫൻസ് എനിക്ക് പറ്റണ പോലെയൊക്കെ മടീനെ ഉണ്ടോ, പറ്റണ പോലെയൊക്കെ നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് 2 ഗോൾ അല്ലെങ്കിൽ എനിക്ക് 4 ഗോൾ ആവേണ്ടതാന്നു. ഡിഫൻസ് പിന്നെ നിങ്ങൾ കണ്ടോ മറ്റേ ജസ്റ്റ് മിസ്സിന് എങ്ങ അവിടെ പിടിച്ചില്ലാന്നെങ്കിൽ ഇപ്പോൾ 2ാമത്തെ ഗോളും കൂടി ആയേനെ. ഫസ്റ്റ് അവന്മാർ അറ്റാക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ഇപ്പോൾ 17 മിനിറ്റ് ആവാറായി ഗൈസ്. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഈ പുതിയ ഇവൻ്റില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ തന്നെ ഉള്ള ഒരു സുഖമില്ല ഗൈസ്, ഒരു സുഖമില്ല. പിന്നെ ഗൈസ് നമ്മുടെ കാർ പാർക്കിങ്ങിൽ നമുക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ആയില്ല. 24 സബ്സ്ക്രൈബേഴ്സ് ആയില്ല ഗൈസ്. 24 സബ്സ്ക്രൈബേഴ്സ് ആയ അറിയാലോ, ഗീവവേയാണ്. അപ്പം ഈ വീഡിയോയ്ക്കല്ല, ഞാൻ 24 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു വീഡിയോ ഇടും. ആ വീഡിയോയിൽ കമൻറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ആർക്കാണോ ഒരുപാട് ലൈക്ക് ഇടുന്നത് അവർക്ക് സിവിക്ക് ഫ്രീ. നിങ്ങളുടെ ഗാരേജിലായിരിക്കും സിവിക്ക്. ഇപ്പോൾ 18 മിനിറ്റായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാൻ പോയി.